അതായത് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. എന്താ ഇതിന്റെ പേരെന്താണ്? സാനിറ്ററി ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. സാനിറ്ററി ഡയപ്പർ വേസ്റ്റ്. ഇപ്പോൾ പ്രായമുള്ളവരാണെങ്കിലും കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിലും അവർക്ക് മെയിൻ വലിയ പ്രശ്നമാണ്, കാരണം ആരും എടുക്കാനില്ല അത്. ഇനിയുള്ള കാലത്ത് സ്കൂളിലെ കുട്ടികളും ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് വേണം പഠിക്കാൻ. കേരളത്തിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ്. കേരളത്തിൽ വ്യവസായ മേഖലയിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടി നടന്നത്. കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്താൻ താല്പര്യമുള്ള സംരംഭകരെ ക്ഷണിച്ച് അവിടുത്തെ നിക്ഷേപ സാധ്യതകൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഈ നിക്ഷേപ സംഗമം. ഇതോടുകൂടി കേരളത്തിൽ വ്യവസായ നിക്ഷേപ സാധ്യത വളരെയേറെ കൂടിയിരിക്കുകയാണ്. കേരളത്തിൽ നിക്ഷേപത്തിന് വരുന്ന ഒരു സംരംഭകനും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് 2025 ഇനോഗ്രേഷൻ നടത്തിയത് നമ്മുടെ CM ശ്രീ പിണറായി വിജയനായിരുന്നു. 3000-ഓളം സംരംഭകരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയത്. കൂടാതെ 20ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ കൂടി ഇതിലുണ്ടായിരുന്നു. ഈ ഒരു നിക്ഷേപ സംഗമത്തിലൂടെ 1.5 ലക്ഷം കോടിയിലേറെ നിക്ഷേപകരാണ് കേരളത്തിലേക്ക് വരാൻ പോകുന്നത്. ഇതോടുകൂടി ദൈവത്തിന്റെ സ്വന്തം നാട് വ്യവസായികളുടെ സ്വർഗ്ഗഭൂമിയാവും. ഈ ഒരു ഇൻവെസ്റ്റ് കേരളയുടെ ഭാഗമായി കേരളത്തിലെ തന്നെ ചെറുതും വലുതുമായ ഒരുപാട് സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഇന്നോവേറ്റീവുള്ള സാധനങ്ങൾ നമ്മുടെ കേരളത്താണത് മാനുഫാക്ചർ ചെയ്യുന്നത് അത്ഭുതം തോന്നിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മളവിടെ കണ്ടു. അതിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതുപോലെയുള്ള രസമുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഗ്രീൻ മാംഗോ കസിൻസ് വീണ്ടും വരുന്നതാണ്. അതുവരെയും ബൈ ബൈ.